അച്ഛാ, അതായത് ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പം വിവിധതര സഭകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് സഭകളാണ് കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. ഓക്കെ. ഇതൊരു ചരിത്രത്തിൽ ആദ്യം കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുക. ഈ ഓർത്തഡോക്സ് കത്തോലിക്ക എന്ന് പറയുന്ന രണ്ട് വാക്കുകളും അത് വെച്ചിട്ടുള്ള സഭകളുടെ പേര് ഉപയോഗിക്കുമ്പോഴേ, അതായത് ചരിത്രത്തിൽ അപ്പസ്തോലിക പാരമ്പര്യം അവകാശപ്പെടുന്ന എല്ലാ സഭകളും, അപ്പസ്തോലിക പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിഹന്മാർ കൈമാറി തന്ന വിശ്വാസ പാരമ്പര്യമുള്ള എല്ലാ സഭകളും ഒരർത്ഥത്തിൽ കത്തോലിക്കവുമാണ് ഓർത്തഡോക്സുമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ അത് പിന്നെ ഓർത്തഡോക്സ് കത്തോലിക്ക എന്ന് തിരിച്ചു പറയുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭ കത്തോലിക്ക സഭയും മാർപ്പാപ്പയെ അനുസരിക്കാതെ അല്ലെങ്കിൽ മാർപ്പാപ്പയുടെ വിധേയത്വമില്ലാത്ത സഭകൾ ഓർത്തഡോക്സ് സഭ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ ഹെഡ് മാർപ്പാപ്പ, മറ്റേ സഭയുടെ പത്രിയാർക്കീസ് അല്ലെങ്കിൽ കാതോലിക്കോസ്, അങ്ങനെയാണ് നമ്മളെപ്പോഴും ഈ ഓർത്തഡോക്സ് കത്തോലിക്ക വ്യത്യാസം മനസ്സിലാക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഇതിൻ്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാകാൻ കിട്ടുക. അപ്പോൾ ഓർത്തോസ് എന്ന് വെച്ചാൽ സത്യമായിട്ടുള്ളത്, ശരിയായിട്ടുള്ളത് എന്നർത്ഥം, ഓർത്തോസ്. പിന്നെ ദോക്സ എന്ന് പറഞ്ഞ ടീച്ചിങ്, ശരിയായ വിശ്വാസം പഠിപ്പിക്കുന്ന സഭയുടെ പേരാണെന്ത്? ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. സാർവത്രികമായിട്ട് ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന സഭയുടെ പേരാണെന്ത്? കത്തോലിക്ക സഭ. അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭ. ഇത് രണ്ടും രണ്ട് സഭകളുടെയും എന്താണ് ലക്ഷണമാണ്. ഇനി കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭയിലും ചൊല്ലുന്ന വിശ്വാസ പ്രമാണം ഒന്നാണ്. ആ വിശ്വാസ പ്രമാണത്തിൽ എന്താ പറയുന്നത്? ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും കാതോലിക്കവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നതാണ് ഈ ഓർത്തഡോക്സുകാരും ചൊല്ലുന്നത്, കത്തോലിക്കരും ചൊല്ലുന്നത്. ഒരേ സൂനോദോസിലെടുത്ത തീരുമാനമാണ് രണ്ടു കൂട്ടരും പാലിക്കുന്നത്. അങ്ങനെ ഈ അർത്ഥത്തിൽ കത്തോലിക്ക എല്ലാ സഭകളും കാതോലികവുമാണ്, ഓർത്തഡോക്സും ആണ്. എന്നാൽ ഇനി നമ്മൾ ചരിത്രത്തിലേക്ക് കൊടുക്കണം. 2000 വർഷത്തെ ഒരു ചരിത്രമാണ് സഭയ്ക്കുള്ളതെന്ന് അറിയാലോ. ഈ 2000 വർഷത്തെ സഭയിലെ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത സഭകൾ ഈ കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതിലാദ്യം പിരിഞ്ഞു പോയ സഭ പൗരസ്ത്യ സുറിയാനി സഭയാണ്. എഫെസസ് സൂനോദോസോടുകൂടി 481 തിരിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ പോയതാണ് കാൽസിഡോൺ സൂനോദോസിന് ശേഷം പോയ 3 സഭകളുണ്ട്. 3 സഭകൾ എന്ന് പറയുന്നത്, ഒന്ന് അലക്സാൻഡ്രിയൻ സഭ, ഇന്നത്തെ അന്ത്യോക്യൻ സഭ, അതുപോലെ അർമീനിയൻ സഭ. അതിനെ ശാസ്ത്രീയമായിട്ട് പറയുക ഓറിയൻ്റൽ ഓർത്തഡോക്സ് ചർച്ചസ് എന്ന് പറയുക. ആ സഭകൾ കാൽസിഡോൺ സൂനോദോസിൻ്റെ സമയത്ത് സഭ വിട്ടുപോയി. അതിനുശേഷം പിന്നെ ബാക്കി നിന്നത് ബിസൻറ്റൈൻ സഭയും ഇന്ന് നമ്മൾ കത്തോലിക്ക സഭ എന്ന് വിളിക്കുന്ന റോമൻ സഭയുമാണ്. 2 സഭകളാണ് കൂട്ടായ്മയിൽ നിന്നത്. 1054 ഗ്രേറ്റ് സിസം എന്ന് പറയും, മഹാശിഷ്മ. അത് ഈ ഫിലിയോക്കെ എന്ന് പറയുന്ന പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു വിഷയമായി നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും അതാണ് അതിൻ്റെ ഇമ്മീഡിയറ്റ് റീസൺ, ഒരു പെട്ടെന്നുണ്ടായ കാരണം അതാണ്. അങ്ങനെ ഒരു കാരണത്താൽ നമ്മുടെ കത്തോലിക്ക കൂട്ടായ്മയിൽ അല്ലെങ്കിൽ റോമ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയ സഭയാണ് ബിസൻറ്റൈൻ സഭ, എന്ന് വെച്ചാൽ ഗ്രീക്ക് സഭ. അങ്ങനെ 1054 ഈ സഭകളെല്ലാം കത്തോലിക്ക അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന റോമാ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ ആ കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞു, ആ റോമാ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ന് പറയുന്നത് ചരിത്രത്തിൽ ശരിയല്ല. ആ കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞു പോയി വ്യക്തിസഭകളായി മാറി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഓർത്തഡോക്സ് സഭക്കാർ അല്ലെങ്കിൽ കത്തോലിക്ക അല്ലെങ്കിൽ റോമാ സഭയിൽ നിന്ന് പിരിഞ്ഞു പോയ വിഭാഗത്തിലുള്ള ആളുകൾ പറയാൻ തുടങ്ങി, ഞങ്ങളുടെ സഭയാണ് ശരിയായ സഭ, ഓർത്തഡോക്സ് സഭ. അങ്ങനെ അവർ ആ സഭയ്ക്ക് തന്നെ ഒരു സാങ്കേതിക പദമായി എന്ത് പറയാൻ തുടങ്ങി? ഇത് ഓർത്തഡോക്സ് സഭയാണ്, ഇത് ഓർത്തഡോക്സ് സഭയാണ്, ശരിയായ സഭയാണ്, ശരിയായത് പഠിപ്പിക്കുന്നത് ഇവിടെയാണ്. ആ അർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞങ്ങോട്ട് പോകാൻ തുടങ്ങി. അതേസമയം മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭ രാജകീയം, രണ്ടിടത്തും രാജാവുണ്ട്, ചക്രവർത്തിയുടെ ഒക്കെ ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ചരിത്രത്തിൽ അങ്ങനെ ഒരു എപ്പിസോഡുണ്ട്. എന്തുണ്ടെങ്കിലും മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭ എന്ത് പറയാൻ തുടങ്ങി? ഞങ്ങൾ കത്തോലിക്ക സഭയാണ്, കത്തോലിക്ക സഭ. അങ്ങനെ എന്ത് സംഭവിച്ചു? ഈ 2 സഭകളുടെ ഒരു ടെർമിനോളജി ആയിട്ട്, ഒരു സാങ്കേതിക പദമായിട്ട് മാർപ്പാപ്പയുടെ കീഴിലുള്ള സഭ കത്തോലിക്ക സഭ എന്നും മാർപ്പാപ്പയുടെ കീഴിലല്ലാത്ത സഭകൾ ഓർത്തഡോക്സ് സഭകളെന്നും അറിയപ്പെടാനായിട്ട് തുടങ്ങി. ഇങ്ങനെയാണ് ഈ ഒരു ചരിത്രത്തിൽ ഇത് രണ്ടായിട്ട് 2 സഭകളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറാനുണ്ടായ സംഭവം. എന്നാൽ വത്തിക്കാൻ സൂനോദോസിന് ശേഷം ഉണ്ടായ ഒരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ ആ സഭകളുടെ കൂട്ടായ്മ എന്നുള്ള ഇതിലേക്ക് പോകണം
എന്ന് വത്തിക്കാൻ കൗൺസിലെ ആഗ്രഹിച്ചു. ഈ എക്യുമെനിസത്തിൻ്റെയൊക്കെ ലെവലിലേ അത് സഭകളുടെ കൂട്ടായ്മയിലേക്ക് വരണം. പണ്ടുണ്ടായിരുന്ന ഈ 6 പാരമ്പര്യങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ഒരേ ഇതിൽ നിൽക്കുന്ന ഒരു രീതി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് എന്തായി, വീണ്ടും ഡയലോഗുകളിലൂടെയും മറ്റു കാര്യങ്ങളിലൂടെയും വ്യത്യസ്തതകളും അതുപോലെ തന്നെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സാവകാശത്തിൽ നമ്മൾ ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഒക്കെ തിരുത്തി വീണ്ടും ഈ സഭകൾ എന്തായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും ആയിട്ടില്ല, പക്ഷേ പൂർണ്ണമായിട്ട് മാറാനാണ് കത്തോലിക്ക സഭയുടെ ആഗ്രഹം. കത്തോലിക്ക ഓർത്തഡോക്സ് അല്ലെങ്കിൽ ശരിയായ പഠനങ്ങളുള്ള ഒരു കത്തോലിക്ക സഭയായിട്ട് മാറാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ കത്തോലിക്ക ഇത് പ്രൊട്ടസ്റ്റന്റ് സഭകളും പെന്തക്കോസ്ത് സഭകളും വ്യത്യസ്തമാണ്. അവർ ഈ പദങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഓർത്തഡോക്സെന്നോ കത്തോലിക്കോ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം ഈ അപ്പസ്തോലിക പാരമ്പര്യമുള്ള സഭകളാണ് ഓർത്തഡോക്സ് സഭയും ഈ കത്തോലിക്ക സഭയും. അതിൽ ചെറിയ ചെറിയ പഠനങ്ങളുള്ള വ്യത്യാസം, അധികാരത്തിലുള്ള വ്യത്യാസമൊക്കെയാണ് ഇന്ന് ഇതിനെ വ്യത്യസ്ത സഭയായിട്ട് നിലനിർത്തുന്നത്. പക്ഷേ ഈ സഭകളെല്ലാം സംവാദത്തിലൂടെയും സംഭാഷണത്തിലൂടെയും പഠനത്തിലൂടെയൊക്കെ പരസ്പരം മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ഒറ്റ സമൂഹമായി ഏകസഭ എന്ന് പറയുമ്പോൾ ഇവരൊക്കെ പിരിച്ചുവിട്ട് മാർപ്പാപ്പയുടെ കീഴിൽ കൊണ്ടുവരുന്നല്ല ഉദ്ദേശിക്കുന്നത്. അവരവരുടെ വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ മാർപ്പാപ്പയുമായിട്ടുള്ള ആ കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടായ്മയിൽ എല്ലാ പാത്രിയാർക്കിസ്റ്റന്മാരും എല്ലാ മേജർ ആർച്ച് ബിഷപ്പ്മാരും എല്ലാ കാതോലിക്കന്മാരും ഒരുമിച്ച് വരുന്ന ഒരു നല്ല ദിവസത്തെയാണ് വത്തിക്കാൻ കൗൺസിലൊക്കെ സ്വപ്നം കാണുന്നത്. അതാണ് കർത്താവ് ആഗ്രഹിച്ചതും. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഓർത്തഡോക്സ് കത്തോലിക്ക എന്ന 2 വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. രണ്ടും ഒരുപോലെ നമുക്ക് ഉപയോഗിക്കേണ്ട വാക്കുകളാണ് യഥാർത്ഥത്തിൽ. സത്യം പഠിപ്പിക്കുന്ന സാർവത്രിക സഭ.